ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ചേച്ചി എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അപ്പം അങ്ങോട്ട് പോലും പോകത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ, നിന്നെ കൊല വിളിക്കും എന്നൊക്കെ ഒരു വ്യക്തി പറയുമ്പം ഇത്രയും തെളിവുകൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കും എൻ്റെ ചേച്ചി ഇത് ചെയ്തതെന്ന്? ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം തലേ ദിവസം വരെ വീട്ടിൽ വന്ന് അത്രയും സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് പോയ ഒരാൾ പിറ്റേ ദിവസം ഇല്ലെന്ന് എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും വിളിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അങ്ങനെ ഒരാൾ കോൾ ചെയ്തത് പോലും ഇല്ല, ആർക്കും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഇപ്പോഴാണ് ഈ വീഡിയോസൊക്കെ നമുക്ക് കാണുന്നത്. ഇതുവരെ ഞങ്ങളുടെ വീട്ടുകാരും ഇത്രയൊക്കെ ചേച്ചി സഹിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇത്രയും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറയുന്നതല്ലാതെ ഈ വീഡിയോസൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അത് കാണുമ്പോൾ അതിനകത്ത് അയാൾ എത്രത്തോളം എൻ്റെ ചേച്ചി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആ വീഡിയോസിൽ നിന്ന് മനസ്സിലാവും. ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം പിറ്റേ ദിവസം ജോലിക്ക് കയറാനിരിക്കുക. അപ്പം തീർച്ചയായിട്ടും ആർക്കായാലും പുതിയൊരു ജോലിക്ക് കയറുമ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. തലേ ദിവസം അതിൻ്റെ ഡ്രസ്സ് വാങ്ങാനായിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പം ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് അന്നേരം ഒരു പ്രശ്നവും ഇല്ല ചേച്ചി. പിന്നെ അതിനു മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവർ തമ്മിലുണ്ടായ ഇഷ്യൂവിനെ ചൊല്ലി ചേച്ചി അടിച്ചതിൻ്റെ പാടുകൾ എന്നെ കാണിച്ചിരുന്നു. 2 കൈയുടെ ഈ സൈഡിലായിട്ട് നല്ല പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അടിച്ചിരുന്ന കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു. അല്ലാതെ വേറെ അന്നേരം വന്ന ദിവസം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഭയങ്കര ഹാപ്പിയായിട്ട് ചിരിച്ച് കളിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ പഴയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്ര ഹാപ്പിയായിരുന്നു. ഒരു വിഷമവും അന്ന് ചേച്ചിക്കില്ല. ലാസ്റ്റ് പോകുന്ന സമയത്തും ചിരിച്ച് കളിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അവിടുത്തെ ജോലിക്ക് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് പോയ ഒരാൾ, ഡ്രസ്സ് വാങ്ങിച്ച് ബാഗൊക്കെ വാങ്ങിച്ച് പോയ ഒരാൾ, അതൊരു പ്രതീക്ഷയാണ്. പിറ്റേന്ന് ഇനി എന്ത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായാലും പുതിയൊരു ജോലിക്ക് കയറുന്ന ആ ആൾ ഈ 11 വർഷം സഹിച്ചിട്ട് അന്നത്തെ രാത്രി അത് ചെയ്യും. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കില്ല.